3 കാര്യങ്ങൾ. ഞാനിനി പറയാൻ പോകുന്ന ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ വർഷവും അടുത്ത വർഷവും കുറച്ച് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്കറിയാം 10ാം ക്ലാസ് വരെ നമ്മൾ പഠിച്ച ഒരു രീതിയിലല്ല ഇനിയുള്ള 2 വർഷം നമ്മൾ പഠിക്കേണ്ടത്. കാരണം കാര്യങ്ങളെല്ലാം തന്നെ കുറച്ചുകൂടി അധികമായിട്ട് അല്ലേ, കുറച്ചുകൂടി ഡീപ്പായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങുന്ന വർഷമാണ്. അപ്പോൾ ഇനിയുള്ള ഈ 2 വർഷം നിങ്ങൾ കൃത്യമായിട്ട് ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് പഠിച്ചിട്ടില്ലെങ്കിൽ എക്സാമിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ വിചാരിച്ചത്ര മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഈ 3 കാര്യങ്ങൾ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റോപ്പ് റീ റീഡിങ് സ്റ്റാർട്ട് റീകോളിംഗ് എന്നുള്ള കൺസെപ്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം ഒരു ടോപ്പിക്ക് പഠിക്കാനായിട്ട് 3, 4, 5 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യും, റിപ്പീറ്റായിട്ട് വായിച്ചുകൊണ്ടിരിക്കും. അതിന് പകരം ഒരു തവണ മാത്രം വായിച്ചുകൊണ്ട് നിങ്ങൾ ബുക്ക് പൂട്ടിവെച്ച് എത്രത്തോളം നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള ടെക്നിക്ക് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഇതുവഴി നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കാനും ഇനി ഓർമ്മ നിൽക്കാത്ത കാര്യങ്ങൾ ഒന്നുകൂടി വായിച്ച് ഉറപ്പിക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഇനി രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് ഇനി മുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ക്വാണ്ടിറ്റിയിലല്ല ക്വാളിറ്റിയിലാണ്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ഞാൻ 4 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂറൊക്കെ പഠിച്ചു എന്ന് പറയുന്നത്. ഇതിന് പകരം എത്ര എഫക്റ്റീവായിട്ട് നിങ്ങൾ 1 മണിക്കൂർ കൊണ്ട് പഠിച്ചെടുക്കുന്നു എന്നുള്ളതിലാണ് ഇനി കാര്യം. നിങ്ങൾ 4 മണിക്കൂർ 5 മണിക്കൂറും പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പുസ്തകത്തിന് മുമ്പിൽ നിങ്ങൾ ഫിസിക്കലായിട്ട് അപ്പിയർ ചെയ്യുന്നുണ്ടാവും, പക്ഷേ അതൊന്നും തന്നെ നിങ്ങളുടെ തലയിലേക്ക് കയറുന്നുണ്ടാവില്ല. അപ്പോൾ കൃത്യമായിട്ടുള്ള ഇന്റർവെൽ വെച്ചുകൊണ്ട് 20 മിനിറ്റിന്റെ സെഷൻസ് ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, പഠിക്കാനായിട്ട് നോക്കേണ്ടതാണ്. 20 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ബ്രേക്ക് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കാം. നിങ്ങളുടെ ബ്രെയിനിന് ഇതൊരു അത്യാവശ്യം തന്നെയാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് 3ാമത്തെ പോയിന്റിലേക്കാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് PYQs, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിച്ചതുപോലെയല്ല +1 +2 നിങ്ങൾക്ക് ഒരുപാട് PYQs അവൈലബിൾ ആണ്. ഈ PYQs എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ എക്സാമിന് ഏതൊക്കെ ചോദ്യങ്ങളാണ് വരാൻ സാധ്യതയുള്ളത് നിങ്ങൾക്ക് നോക്കിക്കൊണ്ട് പഠിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം എല്ലാ ചാപ്റ്ററിനും സെയിം വെയിറ്റേജ് അല്ല ഇനിയുള്ള വർഷങ്ങളിലുള്ളത്. ചില ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിന് ചോദ്യങ്ങൾ മാത്രമേ എക്സാമിന് വരുള്ളൂ. ചില ചാപ്റ്ററിൽ നിന്ന് 10 മാർക്കിനും 12 മാർക്കിനും ചോദ്യങ്ങൾ വരാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ 12 മാർക്കിൻ്റെ ചോദ്യത്തിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനിയുള്ള 2 വർഷങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, റെഫർ ചെയ്തിട്ടായിരിക്കണം പഠിക്കേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഗൈഡൻസും ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാനും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എനിക്കറിയാം. അതിനാണ് നമ്മുടെ യുവ ബാച്ച് എന്ന് പറയുന്നത്. ഇനിയും ജോയിൻ ചെയ്യാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് വേഗം തന്നെ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് എല്ലാ സ്ട്രാറ്റജീസും വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ 2 വർഷം അടിപൊളിയായിട്ട് പഠിക്കാം.